കെപിസിസി നേതൃമാറ്റത്തിൽ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനും അതൃപ്തിയെന്ന സൂചന. പരോക്ഷ വിമർശനവുമായി ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. നേതൃമാറ്റ ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കളുടെ ഇരട്ട പദവി പറഞ്ഞുകൊണ്ടാണ് ഷാനിയുടെ പോസ്റ്റ്. ഇരട്ട പദവികൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന ദേശീയ നേതൃത്വ നിർദ്ദേശം വെറുതെയായി എന്നാണ് സൈബർ അണികൾ പറയുന്നത്. വി.എസ്. അനുണ്ട് വിവരങ്ങളുമായി. അനു, നേതൃമാറ്റം പൂർത്തിയായിട്ടും കോൺഗ്രസിൽ പടലപ്പിണക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കടുക്കുകയാണ്. എന്തൊക്കെയാണ് ഷാനിമോളിന്റെ പോസ്റ്റിലുള്ളത്? അഖില, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് വന്നത് മുതൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അത് ആ ചടങ്ങിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങൾ. ഇപ്പോൾ ഏതായിരുന്നാലും സൈബറിടത്താണ് പുതിയൊരു വിവാദം പൊട്ടിവച്ചിരിക്കുന്നത്. അത് ഈ പുതിയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് സണ്ണി ജോസഫ് പങ്കെടുക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട ഫോട്ടോയിൽ ഷാനിമോൾ ഉസ്മാൻ എഴുതിയ ചില വരികളാണ് ഏറ്റവും വലിയ വിവാദവും അല്ലെങ്കിൽ സൈബർ എടുത്ത വലിയ ചർച്ചയുമായിരിക്കുന്നത്. ഇതിൽ ഇരട്ട പദവിയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് KPCC പ്രസിഡന്റ് ആ സ്ഥാനത്തേക്ക് വന്ന സണ്ണി ജോസഫ് MLA, UDF കൺവീനറായി വന്ന അടൂർ പ്രകാശ് MP, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള PC വിശ്വനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP എന്നിവർ ചുമതല ഏറ്റെടുത്തു എന്നും AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്നും സ്ഥാനമൊഴിഞ്ഞ KPCC പ്രസിഡന്റ് K സുധാകരൻ MP അധ്യക്ഷനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്, അതായത് നേതാക്കളുടെ എല്ലാവരുടെയും ഇരട്ട പദവി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ ഈ തരത്തിലൊരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ സൈബർ ഏകദേശം 22 മണിക്കൂർ മുമ്പ് എഴുതിയ ഒരു പോസ്റ്റാണ് ഇപ്പോൾ സൈബർ എടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത് ഇരട്ട പദവിയാണ് ഷാനിമോൾ ഉസ്മാൻ ഉന്നയിച്ചത് എന്നുള്ള ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത്. പ്രത്യേകിച്ച് ഇരട്ട പദവി പാടില്ല എന്ന് കേന്ദ്ര നേതൃത്വം പലതരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ അട്ടിമറിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇപ്പൊ പുതിയ പുനഃസംഘടന പോലും എന്ന് വ്യക്തമാക്കുന്നതാണ് ഷാനിമോളിന്റെ പോസ്റ്റ് എന്നാണ് അണികളിൽ ഒരു വിഭാഗം പറയുന്നത്. അഖില, പരോക്ഷ വിമർശനവുമായി ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വി.എസ്. അനു.